ഷേർലി ക്ലാസ്സസ് ഇന്ത്യയിലേക്ക് സ്വാഗതം. മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ +2 സെക്കൻഡ് ചാപ്റ്ററായ ബേട്ടിക്ക് നാം പഠിക്കാൻ തുടങ്ങി. ബാക്കി പോർഷൻ ഇന്ന് പഠിക്കാം. കഥ ഓർമ്മയുണ്ടാവല്ലോ. ദില്ലി ചക്രവർത്തിയായ ബഹാദൂർ ഷാ റംഗോണിലിരുന്ന് മകൾക്ക് മറുപടി കത്ത് എഴുതുന്നു. പഠിച്ചു നിർത്തിയ ഭാഗം ഏതായിരുന്നു? അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിന് ഗാലിബും ജൗക്കും കൂടി എഴുതിയ പാട്ട്, അതായത് വരപക്ഷക്കാരെ സ്വീകരിക്കാൻ വേണ്ടി എഴുതിയ പാട്ട് ഇപ്പോഴും ബഹാദൂർ ഷാ ഓർക്കുന്നു. അതാണ് പഠിപ്പിച്ച് നിർത്തിയത്. ബാക്കി ഭാഗം നമുക്ക് പഠിക്കാൻ പഠിക്കാം. ഓക്കെ. അബ് യഹാംന വഹ ലാൽ കില ഹേ ഔർ ന പഹരേദാർ ബസ് ലക്കടി കാ ഏക് പുരാന സാ മക്കാൻ ഹേ. അബ് ഇപ്പോൾ ലാൽ കില ചെങ്കോട്ട, പഹരേദാർ കാവൽക്കാർ, ലക്കടി തടി, പുരാന പഴയ, മക്കാൻ കെട്ടിടം. അബ് യഹാംന വഹ് ലാൽ കില ഹേ. ഇപ്പോൾ ഇവിടെ ലാൽ കില ഇല്ല, ചെങ്കോട്ട ഇല്ല. ഇന്ന പഹരേദാർ എന്ന് വെച്ചാൽ കാവൽക്കാരും ഇല്ല. ബസ് ലക്കടി കാ ഏക് പുരാന സാ മക്കാൻ ഹേ. തടി കൊണ്ട് നിർമ്മിച്ച ഒരു പഴയ കെട്ടിടം മാത്രമേ ഉള്ളൂ. റംഗൂണിലെ കൈദിനെ കുറിച്ചാണ് അദ്ദേഹം അറിയിക്കുന്നത്. നോക്കിയെടുത്തേ. ജോ ബർസാത്ത് മേം ടപക്താ ഹേ और जिसमें 2-4 कमरों के सिवाय ज़्यादा गुंजाइश नहीं है. ज़्यादा കൂടുതൽ. ടബക്കിന ചോർന്നൊലിക്കുന്ന. അടുത്ത നോക്കി. കമര മുറി. ബർസാത്ത് മഴ. ജോ ബർസാത്ത് മേം ടപക്താ ഹേ. ഈ മഴയിലെ, അതായത് മഴയിൽ നനഞ്ഞൊലിക്കുന്ന. ജിസെ 2-4 കമരോം. ഈ മക്കാൻ കെട്ടിടത്തിൽ 2-4 മുറികളിൽ സ്യാദ കൂടുതൽ ഇല്ല. അതായത് 2-4 മുറികൾ മാത്രമേ ആ കെട്ടിടത്തിൽ ഉള്ളൂ. അത് മഴയിൽ നനഞ്ഞൊലിക്കുന്നതും ആണ്. നോക്കിയെടുത്തേ. ഏക്ക് ദഫാക്കി ബാത്ത് ഹേ. ദഫ പ്രാവശ്യം, ബാത്ത് കാര്യം, ഒരു പ്രാവശ്യത്തെ കാര്യമാണ്. ഈദ് ദി, അന്ന് ഈദ് ആയിരുന്നു. ഈദ് ദി എന്ന് വെച്ചാൽ ഈദായിരുന്നു. उन मौके पर चंद मुसलमान मेरे लिए कुछ तोहफे लेकर आए. മൗക്ക അവസരം, തോഹഫ സമ്മാനം. ഉസ് മൗക്ക എന്ന് വെച്ചാൽ ഈദിൻ്റെ അവസരത്തിൽ. ചന്ത് മുസൽമാൻ, കുറേ മുസൽമാന്മാർ എനിക്ക് തോഹഫയുമായി വന്നു, സമ്മാനങ്ങളുമായി വന്നു. അടുത്ത നോക്കിയേ. മേംനെ ഉൻസെ കഹ. ഞാൻ അവരോട് പറഞ്ഞു. മേംനെ ഉൻസെ കഹ എന്ന് വെച്ചാൽ ഞാൻ അവരോട് പറഞ്ഞു. ഭായ്, സഹോദര, ഏ തോഹഫെ മേം നഹി ലേ സക്ത. ഈ സമ്മാനങ്ങൾ എനിക്ക് എന്ത് ചെയ്യാനാ? ലേ സക്ത, സ്വീകരിക്കാൻ കഴിയില്ല, അല്ലെ വാങ്ങാൻ കഴിയില്ല. ഉന്നോനെ ജബ് ബഹത്ത് കഹാത്തോ കുച്ച് തോഹഫെ ലേ ലിയ. അങ്ങനെ പറഞ്ഞപ്പോൾ അവർ എന്ത് ചെയ്തു? വളരെയധികം നിർബന്ധിച്ചു. അപ്പോൾ ഞാൻ അവയിൽ നിന്ന് കുറച്ച് സമ്മാനങ്ങൾ എടുത്തു. ഉസ്കെ എവജ് മേനെ മാലിക് കാ ഏക് ഹാർ ഉൻകോ ദേ ദിയ. എവജ് എന്ന് വെച്ചാൽ പകരം. ഉസ്കെ എവജ് മേ, അതിന് പകരമായി, മേംനെ ഞാൻ മാലിക്കിൻ്റെ രാജ്ഞിയുടെ ഒരു ഹാർ എന്ന് വെച്ചാൽ മാല അവർക്ക് കൊടുത്തു. ദുസരെ ദിൻ, അടുത്ത ദിനം, ഹുക്കും ആയ. ഹുക്കും എന്ന് വെച്ചാൽ ആജ്ഞ, ഉത്തരവ് വന്നു. ആയാക്കി ഇൻ മുഗളോं के पास से जवाहरात बहुत ज़्यादा है. അടുത്ത ദിവസം തന്നെ ഉത്തരവ് വന്നു. ഈ മുഗളന്മാരുടെ പക്കൽ ജവാഹറാത്ത് എന്ന് വെച്ചാൽ രത്നങ്ങൾ, ബഹത്ത് സ്യാദഹെ വളരെ അധികം ഉണ്ട്. ഈ മുഗളന്മാരുടെ പക്കൽ വളരെ അധികം എന്തുണ്ട്? രത്നങ്ങൾ ഉണ്ട് എന്ന ഹുക്കും അടുത്ത ദിവസം തന്നെ വന്നു. ഇൻ കൈദിയോं को दिए जाने वाला खर्च इनकी ज़रूरत से ज़्यादा है. സ്യാദ കൂടുതൽ, കൈദി തടവുകാർ, ശരീരത്തെ ആവശ്യം, ഖർച്ച് ചിലവ്. ഓക്കെ. ഇൻ കൈദിയോം കോ ദിയേ ജാനെ വാലെ ഖർച്ച്. ഈ തടവുകാർക്ക് നൽകുന്ന ചെലവ്, കാശ് അവരുടെ ശരീരത്തിനേക്കാൾ, ആവശ്യത്തേക്കാൾ അധികമാണ്. ഫിർ വഹി ഹുവ ജിസ്കാ ഡർ ദാ ഹമാരാ ഖർച്ച് ആദാ കർ ദിയാ ഗയ. അതായത് പിന്നീട് ഞങ്ങൾ ഡർ, ഭയപ്പെട്ടതുപോലെ തന്നെ ഞങ്ങളുടെ ഖർച്ച്, ചിലവ്, ആദാ പകുതിയായി കുറച്ചു. ഞങ്ങൾ ഭയപ്പെട്ടതുപോലെ തന്നെ ഞങ്ങളുടെ ചിലവ് എന്താക്കി? പകുതിയാക്കി കുറച്ചു. ക്യാ ഖബർ കി യഹ് കത്തെ തുംകോ മിലേഗാ ഫി യാ നഹി.
ഈ കത്ത് നിനക്ക് മിലേക കിട്ടുമോ ഇല്ലയോ എന്നെനിക്ക് അറിയില്ല. സുന്ദാഹും വേ ആത്മീ മനുഷ്യൻ ഫരോസെ വിശ്വാസം കാബിൽ യോഗ്യൻ നകെ സുന്ദാഹും വേ ആത്മീ ഫരോസ് കെ കാബിൽ ഹെ ജിൻകെ ഹാത്ത് യഹ് കത്ത് ഭേജ് ജായേഗ. ഞാൻ ഈ കത്ത് ആരുടെ കയ്യിലാണോ, അത് ഏതാത്മീയുടെ കയ്യിലാണോ കൊടുത്ത് അയക്കാൻ പോകുന്നത്, അയാൾ എങ്ങനെയുള്ള ആളാണ്, വിശ്വസിക്കാൻ കൊള്ളാവുന്നവൻ ആണ് എന്നാണ് കേട്ടത്. അതായത് ഈ കത്ത് ആരുടെ കൈവശമാണോ അയക്കുന്നത്, കൊടുത്തയക്കുന്നത്, അയാളെ വിശ്വസിക്കാൻ കൊള്ളാവുന്നവൻ ആണ് എന്നാണ് ഞാൻ കേൾക്കുകയും ചെയ്തത്. ലേക്കിൻ കിത്തനെ ഹി ശഖ്സെ മേംനെ ഐസെ ദക്കെ ഹേ. ലേക്കിൻ എന്ന് വെച്ചാൽ എന്നാൽ ശഖ്സെ വ്യക്തികൾ, എന്നാൽ എത്രയോ, എത്രയോ, ലേക്കിൻ കിത്തനെ ഹി ശഖ്സെ എന്നാൽ എത്രയോ ഇങ്ങനെയുള്ള വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെയുള്ള നോക്കിയേ, ജോ അഖീർ മേം ദഗാ ബാച്ച് और दूसरों के फेज ജാസൂസെ സാബിദ് ഹുയെ. ജാസൂസെ ചാരൻ, സാബിദെ തെളിക്കുക, ദഗാബാസ് ചതിയൻ നോക്കി ദൂസരം മറ്റുള്ളവർ. എന്നാൽ നോക്കി ജോ അഖീർ മേം ദഗാബാസ് എന്നാൽ ഈ ചതിയന്മാരും മറ്റുള്ളവർ അയക്കുന്ന ചാരന്മാരും ആണ് എന്ന് ഇവർ തെളിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. ലേക്കിൻ എന്നാൽ ഇസ് കത്ത് മേം മേംനെ ഐസാ ലിഖാഹി ക്യാ ഹേ ജിസ്കി മുझे ഫിക്ർ ഹോ. ഫിക്ർ, ചിന്ത, ആശങ്ക എന്നൊക്കെ ഉള്ളതാണ്. എന്നാൽ നോക്കിയേ, ലേക്കിൻ ഇസ് കത്ത് മേ എന്നാൽ ഈ കത്തിൽ എനിക്ക് ആശങ്കയുള്ള കാര്യത്തെക്കുറിച്ച് ഒന്നും എഴുതിയിട്ടില്ല. ഞാൻ എന്താണ് അങ്ങനെ എഴുതുകയും ചെയ്തേ. ഇതിലെ ആശങ്കപ്പെടേണ്ട ഒരു കാര്യവും ഞാൻ എഴുതുകയും ചെയ്തിട്ടില്ല. ഏക് ബാപ്പിനെ ബേട്ടിക്കോ കത്ത് ലിഖുവായാ ഹേ. ഒരു പിതാവ് മകൾക്ക് കത്ത് എഴുതിയിരിക്കുന്നു, അത്രമാത്രമേ ചെയ്തിട്ടുള്ളൂ. ന ഇസ്മേ അപ്പനെ മുൽക്ക് കി ഖോയ് ബാത്ത് ഹേ ന ഗൈർ മുൽക്ക് കെ. ഗൗർ എന്ന് വെച്ചാൽ പരദേശം അല്ല വിദേശം, അപ്പനെ മുൽക്ക് എന്ന് വെച്ചാൽ സ്വദേശം എന്നൊക്കെ. ന ഇസ്മേ അപ്പനെ മുൽക്ക് കി ഖോയ് ബാത്ത് കാര്യം, ന ഗൈർ മുൽക്ക് കെ ഇതിൽ സ്വദേശത്തെക്കുറിച്ചോ വിദേശത്തെക്കുറിച്ചോ ഒരു കാര്യവും ഇല്ല. അച്ഛൻ മകൾക്ക് എഴുതുന്ന കത്ത് മാത്രമായിട്ടാണ് അത് എഴുതിയത്. ഹമാരി ഖബ്ർ പരദേശമേ ബനഗി തയഹെ. തയ തീരുമാനം, ഖബറിടം. ഹമാരി ഖബ്ർ അതായത് ഞങ്ങളുടെ ഖബറിടം പരദേശത്തെ നിർമ്മിക്കും എന്നാണ്, എന്ന കാര്യം ഉറപ്പാണ്. ബ്രിട്ടീഷുകാർ ഞങ്ങളുടെ ഖബറിടം പരദേശത്തെ നിർമ്മിക്കും എന്നത് തയാണ് തീരുമാനിച്ച കാര്യം തന്നെ ആണ്. ലേക്കിൻ എന്നാൽ അഫീത്തോ ഹം ലക്കടി കി ഫീഗി ഹുയി ഖബ്രമേം സിന്ദാ ഹി ദഫൻ ഹേ. സിന്ദ ജീവൻ, ദഫൻ ഹുന അടക്കപ്പെടുക, ഫീഗി നനഞ്ഞ. ഇനി നോക്കെ, ഖബറിടം എവിടെയായിരിക്കാം, പരദേശത്ത് തന്നെയാണ് എന്ന് ഉറപ്പാണ്. ലേക്കിൻ എന്നാൽ അഫീത്തോഹം എന്നാൽ ഇപ്പോൾ ഞങ്ങൾ തടി കൊണ്ട് ഉണ്ടാക്കിയ അല്ലെങ്കിൽ തടി കൊണ്ട് നിർമ്മിച്ച ജീർണിച്ച് ചോർന്നൊലിക്കുന്ന ഖബറിടത്തിൽ ജീവിച്ചിരിക്കെ തന്നെ അടക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഓക്കെ, ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തടി കൊണ്ട് നിർമ്മിക്കപ്പെട്ട ആ ഖബറിടത്തിൽ അടക്കം ചെയ്യുന്ന അതേ അവസ്ഥ തന്നെ ആയിരുന്നു. ജബമാർ ജായേഗെ. ജബ് എന്ന് വെച്ചാൽ എപ്പോഴാണോ നമ്മൾ മരിക്കുന്നത്, അതായത് ജബമാർ ജായേഗെ തബ് ഭി ഖബ്ർ മേ ഹി ഹോഗെ. എപ്പോഴാണോ മരിക്കുന്നത് അപ്പോഴും എവിടെ തന്നെയായിരിക്കും, ഖബറിടത്തിൽ തന്നെ ആയിരിക്കും. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ ജീവിച്ചിരിക്കെ തന്നെ ഖബറിടത്തിൽ തന്നെ ആണ് എന്ന തോന്നലാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. ഇത്രയും എഴുതിയിട്ട് ബസ് ബേട്ടി നിർത്തുന്നു മകളെ എന്ന്. അടുത്ത ഖുദാ ഹാഫിസെ, ദൈവം നിന്നെ രക്ഷിക്കട്ടെ. അങ്ങനെ അദ്ദേഹം കത്ത് നിർത്തുന്നു. മകൾക്ക് എഴുതിയ കത്താണ്, അദ്ദേഹം അത് നിർത്തി. എന്നിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇത് നല്ല പാഠഭാഗമാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ. ഇതിനകത്തുനിന്ന് ഡയറി, കോൺവെർസേഷന്, ക്വസ്റ്റ്യാൻസീസ്, ബാദഷാഹിൻ്റെ ചരിത്രഗതി വിശേഷത, ഇതെല്ലാം ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസാണ്. അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് നോട്ട്സ് തരും, എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസറും തരും. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്കടുത്ത ക്ലാസ്സിൽ കാണാം.